ഹായ്, എസ്.എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആളുകൾ നമ്മൾ കാണാറുണ്ട്, ജസ്റ്റ് ഇഷ്ടമാണെന്ന് പറയുന്ന, അതായത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. മറ്റു ചിലർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് റിലേഷൻഷിപ്പിലുള്ളവരാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം ഈ ഒരു ഇഷ്ടമാണെന്ന് പറയുന്ന ആള് ശരിക്കും നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, കമ്മിറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നമുക്കത് മനസ്സിലാക്കാനുള്ള കുറച്ച് വഴികളുണ്ട്. അതായത് ഈ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ റിയൽ ആയിട്ട് സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ആളുകൾ, ഇവരെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം. ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, പക്ഷേ ആക്ഷൻസ് ഭയങ്കര സ്ലോ ആയിരിക്കും എന്നുള്ളതാണ്. അത് തന്നെയാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവർ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടാവും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീ ഇല്ലാതെ എൻ്റെ ലൈഫ് മുന്നോട്ട് പോവില്ല, എൻ്റെ ലൈഫിൽ നീ വേണം, ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നുണ്ടാവും. പക്ഷേ ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാരേജ് നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇവരുടെ ആക്ഷൻസ് ഒന്നും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നീ എൻ്റെ ലൈഫിൽ വേണം എന്ന് പറയുന്നതല്ലാണ്ട് ലൈഫിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയൊന്നും ചെയ്യണ്ടാവില്ല എന്നുള്ളതാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവർ പറയുന്ന വേർഡ്സും ആക്ഷൻസും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് പോലെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, കാണുന്ന സമയത്ത് അടയും ചക്കരയൊക്കെയാണ്, അല്ലാത്ത സമയത്ത് നമ്മളെ ഓർക്കുക പോലും ഇല്ല എന്ന് പറയില്ലേ, ആ രീതിയിലായിരിക്കും ഇവർ പെരുമാറുന്നുണ്ടായിരിക്കും. അതായത് ശരിക്കും നിങ്ങൾക്ക് ഒരു ടൈം തരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുക, ഒരു പ്രയോറിറ്റി തരിക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവരിൽ കാണാനായിട്ട് കഴിയില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ടോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒന്ന് നോക്കിയാൽ മതി. അതായത് ഇവരെപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. ഇവർ പറയുന്നുണ്ടാവുക ടൈം ആയിട്ടില്ല, ഇനിയും കുറേ സമയമുണ്ട്, അല്ലെങ്കിൽ അതിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ പറയാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. അതല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്ലാനിങ്സ് പോലും നടക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഫാമിലിയിൽ നിങ്ങളുടെ അവതരിപ്പിക്കുക എന്നുള്ളത് അല്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂട്ടിയിട്ട് പോലും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കില്ല. അങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ആ ടോപ്പിക്ക് മാറ്റിക്കൊണ്ടുപോകും. കാരണം അവർക്ക് ആ സംസാരിക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതൊന്നും അവർ ആഗ്രഹിച്ചിട്ടില്ല. യഥാർത്ഥമായി ആഗ്രഹിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാനുള്ള വഴികളൊക്കെ അവർ നോക്കും. ഇതങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യാത്തത്, അല്ലെങ്കിൽ അതിന് മുൻകൈ എടുക്കാത്തത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന, എന്നാൽ റിയൽ ആയിട്ട് അതില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും ഭാവിയെക്കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ദിവസം ഭയങ്കരമായിട്ട് സൂപ്പർ കെയർ ഒക്കെ ആൾ തരും, ഭയങ്കരമായിട്ട് കെയർ ചെയ്യുക, ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുക, ഇതൊക്കെ ആയിരിക്കും. പക്ഷേ പിറ്റേ ദിവസം അങ്ങനെ ആവണം എന്നില്ല. അപ്പോൾ ആ രീതിയിലായിരിക്കും എപ്പോഴും അവർ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. ഒരു ദിവസം ഉള്ള പോലെ ആവില്ല എല്ലാ ദിവസവും എന്നുള്ളതാണ്, മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവും, എന്താണ് യഥാർത്ഥത്തിൽ ഇയാളുടെ ക്യാരക്ടർ എന്നുള്ളത്. കാരണം ഒരു കൺസിസ്റ്റൻസി ഇവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി നാലാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ആള് നൈസായിട്ട് എസ്കേപ്പ് ആവാൻ ശ്രമിക്കും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നിങ്ങൾക്കിടയിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിന്റെ മൈൻഡ് ചെയ്യില്ല, ഇതെന്റെ ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ മൈൻഡ് ചെയ്യില്ല. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനൊന്നും ആൾ ശ്രമിക്കുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് വേറെ ആരെങ്കിലും അറിഞ്ഞു, എങ്ങനെയൊക്കെ അറിഞ്ഞു എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ തന്നെ നൈസായിട്ട് എസ്കേപ്പ് ആവും. അയ്യോ അങ്ങനെയൊന്നുമില്ല, ഇതൊന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് എസ്കേപ്പ് ആവാനായിട്ട് ആൾ ശ്രമിക്കും. ഇല്ലെങ്കിൽ എല്ലാ പ്രശ്നവും നിങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് വെക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു സീരിയസ് ടോക്ക് ഒന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല. അതായത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ടോക്കിലേക്ക് നിങ്ങൾ രണ്ടുപേരും വരില്ല എന്നുള്ളതാണ്, എത്തില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരിയസ് ടോക്ക് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കാനൊന്നും ആള് ഒരു മനസ്സ് കാണിക്കില്ല. അതിനുള്ള തയ്യാറെടുപ്പുകളൊന്നും ആളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്കും എസ്കേപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാത്ത ഒരാളായിരിക്കും ഈ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് ചുമ്മാ പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ ഒരു പെരുമാറ്റത്തിൽ കാണാൻ പറ്റുക. ഇനി ഈ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞുതരാം. വേറെ ഒന്നല്ല, ഇവരുടെ ഫോണൊക്കെ ഇവർ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ കാണിച്ചു തരിക അങ്ങനെയൊന്നും അവർ ചെയ്യണ്ടാവില്ല. ഇപ്പോൾ ഫോണിലൊക്കെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോൺ ഓപ്പൺ ചെയ്ത് തരിക, നിങ്ങളെ നോക്കാൻ സമ്മതിക്കുക, ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ ഫോണിനകത്തുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു സീരിയസ് റിലേഷൻഷിപ്പിലാകുമ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ കാണിച്ചു തരും, കാരണം അതിൽ വേറൊന്നുമില്ല, നീ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ഭാവി എന്ന് ഉറപ്പിച്ച് കഴിയുമ്പോൾ അത് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക്
ആ ഫോൺ തരാനുള്ള സാധ്യത കുറവാണ്, ഫോണൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് ശരിക്കും കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന റിയൽ ആയിട്ട് സ്നേഹമില്ലാത്ത ആളുകളുടെ സൈനുകൾ എന്ന് പറയുന്നത്. പക്ഷേ റിയൽ ആയിട്ട് സ്നേഹമുള്ള സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആളുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ആക്ഷൻസും വേർഡ്സും സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ഒരേപോലെ തന്നെ ആയിരിക്കും ഇവർ പെരുമാറുന്നുണ്ടാവുക, പറയുന്നുണ്ടായിരിക്കും. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി അത് നടത്താനായിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നുണ്ടാവുക. നിങ്ങളെ ഇഷ്ടമാണ്, നിന്നെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാനായിരിക്കും ആൾ ശ്രമിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായിട്ട് രണ്ടുപേരും സംസാരിക്കുന്നുണ്ടാവും. അതായത് ചിലപ്പോൾ ആളായിരിക്കും നിങ്ങളോട് ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ടാവുക, നമുക്ക് ഭാവിയിൽ ഇങ്ങനെ വേണം, അങ്ങനെ വേണം, നമുക്ക് അവിടെ സെറ്റിൽഡ് ആവണം, അല്ലെങ്കിൽ ഇന്ന ജോലി നമുക്ക് ചെയ്യണം, ഇന്ന സ്ഥലത്ത് വീട് വെക്കണം, അങ്ങനെ ഫുൾ നിങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ പോലും നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ബിക്കോസ് അത് ഓൾറെഡി ആൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്കൊപ്പമാണ് ലൈഫ് എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം വരുന്ന സമയത്തും ആള് നിങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കില്ല എന്നുള്ളതാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കാനും അത് സോൾവ് ചെയ്യാനുമായിരിക്കും ആള് ശ്രമിക്കുന്നുണ്ടാവുക. അതല്ലാതെ എല്ലാം നിങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് വെച്ച് രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കാതിരിക്കുക, ഇങ്ങനെയൊന്നും ആള് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതേപോലെ ഇപ്പൊ നാലാമത്തെ കാര്യം പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസി എന്തായാലും ഉണ്ടാവും. അതായത് ഇപ്പൊ ആൾക്ക് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരിക്കില്ല. എപ്പോഴും ഒരേ രീതിയിലെ പെരുമാറുന്നുണ്ടാവുക. ഇപ്പൊ ഒരു ദിവസം സ്നേഹം, പിറ്റേ ദിവസം ദേഷ്യം, അങ്ങനെയൊന്നുമില്ല. കാരണം അങ്ങനെ പെരുമാറേണ്ട ഒരാളല്ല നിങ്ങൾ എന്നുള്ളത് ആൾക്ക് ഓൾറെഡി അറിയാം. സോ ആളുടെ ദേഷ്യമോ അല്ലെങ്കിൽ ആളുടെ വിഷമമോ ആൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കാത്ത രീതിയിലായിരിക്കും ആൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. എപ്പോഴും ഒരേപോലെ തന്നെ. ഇപ്പൊ കെയർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി എപ്പോഴും അവരുടെ ബിഹേവിയറിൽ കാണാനായിട്ട് പറ്റും. അതേപോലെ ലാസ്റ്റ് ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഹൈഡ് ചെയ്യുന്ന ടെൻഡൻസി ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ അത്തരത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹൈഡ് ചെയ്ത് വെക്കും. ഇപ്പൊ ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിലും ആൾ ഹൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളത്. പക്ഷെ ഇവരങ്ങനെ ആവില്ല. ഇവര് സീരിയസ് റിലേഷൻഷിപ്പിലാണ്. ഫോൺ ഹൈഡ് ചെയ്യാനുള്ള ഒരു ചിന്തയൊന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കണ്ടാലും കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ശരിക്കും ആൾക്ക് നിങ്ങളെ ഇഷ്ടമാണോ അല്ലേ എന്നൊരു കൺഫ്യൂഷൻ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സൺ ആണ് അവരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ളത്. പക്ഷേ ഈ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ആക്ഷൻസും വേർഡ്സും ഒക്കെ ഡിഫറെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഇതുണ്ടാവില്ല. അതായത് ശരിക്കും ആൾക്കാരെ ഇഷ്ടമാണെന്നൊരു ചിന്ത, ഉറച്ച ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ആൾ ബിഹേവ് ചെയ്യുന്നത് അത്തരത്തിലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് നിങ്ങളെ ഇഷ്ടമാണെന്ന് ചുമ്മാ പറഞ്ഞ് നടക്കുന്ന ആളുകളും അതല്ലെങ്കിൽ സീരിയസ് ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളും എങ്ങനെയായിരിക്കും, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ്, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്തായാലും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്